ടാബ്ലറ്റ് കഴിക്കുന്നത് ഈ പറയുന്ന അസുഖം അല്ലെങ്കിൽ ഡയബറ്റിസ് അല്ലെങ്കിൽ അതുപോലത്തെ അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ആണ് എന്ന് വിചാരിക്കുന്നവർ ഒരു സ്റ്റെപ്പും കൂടെ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ മനസ്സിലാക്കാൻ ചാൻസ് ഉള്ളൂ. ദാറ്റ് ഈസ് അവരുടെ ജീവിതശൈലി വെച്ച് ഈ ടാബ്ലറ്റുകൾ ഒഴിവാക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കണം. ലോകം മുഴുവൻ മരുന്നുകൾ കൊടുത്ത് അല്ലെ ഇൻസുലിൻ എടുത്ത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോകത്ത് മൊത്തമുള്ള ഒരു കാഴ്ചപ്പാട്. ഇപ്പം ഡോക്ടർമാരുടെ ഇടയിലും പേഷ്യൻസിൻ്റെ ഇടയിലും ഇപ്പം അത് അങ്ങനെ ആയിപ്പോയല്ലോ. അപ്പം ഒരു 100 ഇയേഴ്സേ ആയിട്ടുള്ളൂ ഇൻസുലിനും ഈവൻ 100 ഇയേഴ്സ് പോലും ആയില്ല ഇപ്പോഴത്തെ ഈ ഡയബറ്റീസ് മെഡിസിൻസ് എല്ലാം വന്നിട്ട്. ലാസ്റ്റ് 50 ഇയേഴ്സിലാണ് ഇത്ര അധികം മരുന്നുകളൊക്കെ വരുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം ഈ മരുന്നുകളുടെ റിസർച്ചിനൊപ്പം തന്നെ അല്ലാത്ത നമ്മളുടെ ബയോളജിയുടെ നമ്മളുടെ മെറ്റബോളിസത്തെ കുറിച്ചുള്ള റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷെ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം ഈ നമ്മളുടെ മെറ്റബോളിസത്തെ കുറിച്ചോ നമ്മളുടെ ബയോളജിയെ കുറിച്ചോ ഹ്യൂമൻ ലൈഫ് സയൻസിനെ കുറിച്ചോ ഉള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്പെക്റ്റിൽ. ആകെ മരുന്ന് ഓപ്പറേഷൻ ഇതിന് മാത്രമേ മെഡിക്കൽ ഫീൽഡിൽ ഇപ്പം MBBS ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള ഫർദർ MD DM എല്ലാ കോഴ്സുകൾക്കും അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അവിടെയാണ് നമ്മുടെ മോഡേൺ മെഡിസിനിൽ വന്നിരിക്കുന്ന ഒരു വലിയ അപാകതയും. ശരിക്കും ടൈപ്പ് 2 ഡയബറ്റീസിന് വേണ്ടിയിട്ട് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കുന്നതും ഈ ഇൻസുലിൻ്റെ അളവ് കൂട്ടുന്ന മരുന്നുകളൊക്കെ അൺസയൻറ്റിഫിക് ആണ്. അത് ശരിക്കും ശാസ്ത്രത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നമ്മളുടെ മോഡേൺ മെഡിസിനിൽ വരുന്നുണ്ട്. പല മരുന്നുകളും അത്യാവശ്യമാണ്, ലൈഫ് സേവിങ് ആണ്. ഇൻസുലിൻ തന്നെ ലൈഫ് സേവിങ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻറ്റിനും അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമ്പം ഫാസ്റ്റ് ഷുഗർ കൺട്രോളിനും ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഈ ലോങ് ടൈം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് അനാവശ്യമാണ്. ശരിക്കും സയൻറ്റിഫിക്കലി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അൺസയൻറ്റിഫിക് ആണ്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.